നമസ്കാരം. തലതിരിഞ്ഞ രാഷ്ട്രീയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ച CPM-നെ കുറിച്ചാണ്, അല്ലെങ്കിൽ CPM നേരിടുന്ന അതിഭീകരമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതും വളർന്നതും ആദർശധീരരായ കുറേ നേതാക്കന്മാരുടെ തണലിലായിരുന്നു. പാർട്ടിയുടെ ആദ്യകാലത്ത് അടുത്തവരൊന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോ മൂലധനമോ വായിച്ച് മനസ്സിലാക്കിയവർ ആയിരുന്നില്ല. തങ്ങളുടെ നേതാക്കൾ തങ്ങളെ ചതിക്കില്ല എന്ന വിശ്വാസം അന്നത്തെ അണികൾക്കുണ്ടായിരുന്നു. അന്ന് പാറമട ലോബി, മണൽ മാഫിയ, എല്ലാത്തരം കുറ്റകൃത്യങ്ങളുടെയും പര്യായമായ ആളുകളുടെ പിടിയിലായിരുന്നില്ല പാർട്ടികൾ, നേതാക്കളും. സാധാരണക്കാരൻ്റെ ജീവിതം മാറ്റിമറിച്ചതിൽ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ജനകീയ ആസൂത്രണ കാലം മുതൽ അഴിമതിയുടെ കരങ്ങൾ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും എത്തിയെങ്കിലും അത് ഏറ്റവും ഭീകരമായ അവസ്ഥയിലെത്തിയത് 2016 ശേഷമാണ്. എങ്കിലും സംഘടനാ സംവിധാനവും സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകളും പാർട്ടിയുടെ സമ്പത്തായിരുന്നു. 2024 തെരഞ്ഞെടുപ്പാണ് എല്ലാം മാറ്റിമറിച്ചത്. 2026 എല്ലാം ശരിയാകും എന്ന് വിശ്വസിച്ചിരിക്കുന്നു ഇടതുമുന്നണി നേതാക്കൾ. ഇടതുമുന്നണി നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. 1. നേതൃത്വ ദാരിദ്ര്യം. പിണറായിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പകരം വയ്ക്കാൻ അതേ നിലവാരത്തിലുള്ള ഒരു നേതാവ് CPM-ൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴില്ല. CPI-ലെ കാര്യവും അതിദയനീയമാണ്. 2. അവസാനത്തെ ആശയമായി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു. വടകരയിൽ നിർത്തി ടീച്ചറിൻ്റെ ഇമേജ് തകർത്ത് ദയനീയമായി തോൽപ്പിച്ചു. 3 വർഷം മുമ്പ് ഏറ്റവും വലിയ വിജയം നേടിയ സഖാവ് ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നടന്നു കയറി. ശൈലജ ടീച്ചർ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന ചർച്ചയും കണ്ണൂരിൽ സജീവമാണ്. കമ്മ്യൂണിസത്തിൻ്റെ ആൾരൂപ എന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇനി ആരാണുള്ളത്? വാടകയ്ക്കെടുക്കാൻ പോലും ആളുകളെ കിട്ടാനില്ല. 3. മുഖ്യമന്ത്രി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇമേജിൻ്റേതാണ്. ക്യാപ്റ്റൻ, കാരണഭൂതൻ, ദൈവം തുടങ്ങിയ നാമവിശേഷണങ്ങൾ ധാരാളമായി ഉണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അതിനനുസരിച്ചുള്ള ഒരു ഇമേജ് അല്ല പിണറായിക്കിപ്പോൾ. നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഇമേജും പ്രതിച്ഛായയും ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ നേതാവിന് തന്നെ അത് നഷ്ടമായിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷ വോട്ടർമാരുടെ എണ്ണം 30% കഴിഞ്ഞ് മുകളിലേക്ക് കുതിക്കുകയാണ്. 4. VS-നെ പോലെയോ നായനാർ, ഗൗരിയമ്മ എന്നിവരെ പോലെയോ ഉള്ള നേതാക്കളില്ല. ക്രൗഡ് പുള്ളേഴ്സിൻ്റെ എണ്ണവും കുറവാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നെഞ്ചുവിരിച്ച് നയിക്കാൻ ഒരു VS അച്യുതാനന്ദൻ ഇപ്പോഴും CPM-ൽ ഇല്ല. മറ്റൊരു ഉമ്മൻചാണ്ടി കോൺഗ്രസിലും ഇല്ല. 5. കെട്ടിയുറപ്പിച്ച് നിർത്തിയിരുന്ന സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം മുതൽ കൂടെ നിന്നിരുന്ന ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു. ഉയർത്തിക്കാണിക്കാൻ ഈഴവ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനസമ്മതരായ നേതാക്കളുടെ കുറവ് CPM ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ വോട്ട് ചോർന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം മറ്റു സമുദായത്തിലെ നേതാക്കൾ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ അവർ നമ്മുടെ നേതാക്കളല്ല എന്ന തോന്നൽ ഇടതുപക്ഷ അണികൾക്കുണ്ടായി. അതെങ്ങനെ പരിഹരിക്കും? വോട്ട് പിടിക്കാൻ സലാം ചെന്നാൽ ഈഴവ വോട്ടുകൾ ഇനി കിട്ടില്ല എന്ന് ചുരുക്കം. 6. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും വലിയ മുൻതൂക്കം നേടിയിരുന്നത് ഓരോ ഗ്രാമപ്രദേശത്തുമുള്ള നല്ലവരായ പ്രവർത്തകരായിരുന്നു. അവർക്ക് പ്രാദേശികമായി ജനസമ്മതിയുണ്ടായിരുന്നു. അവർ അഴിമതിക്കാരല്ലായിരുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതമായി അടുത്തു നിന്നവരാണവർ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. താഴെ തട്ടിലുള്ള നേതാക്കൾക്കിടയിൽ അഴിമതി ഒരു വലിയ പാപമല്ലാതായി. പിണറായിയിൽ നിന്നും കടം കൊണ്ട ധാർഷ്ട്യം അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. അവർ ജനത്തിനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 7. ഏറ്റവും വലിയ പ്രശ്നം ഫീഡർ പൈപ്പിലൂടെ വരുന്ന യുവജന നേതാക്കളുടെ ഗുണമില്ലായ്മയാണ്. വളർന്നു വരുന്ന യുവ നേതാക്കളിൽ മികച്ച ഇമേജുള്ളവർ ആരും തന്നെയില്ല. വാചകമടിയിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതുപക്ഷ യുവജന നേതാക്കളെക്കാൾ വളരെ മുമ്പിലാണ്. 8. മറ്റു പാർട്ടികളിൽ നിന്ന് കാലുമാറി വരുന്നവർ ഉയർന്ന സ്ഥാനങ്ങൾ കൈയടക്കുന്നതും സാമ്പത്തിക ലാഭവുമുള്ള കസേരകളിൽ എത്തിച്ചേരുന്നതും ദീർഘകാലം പ്രവർത്തിച്ച സാധാരണ പ്രവർത്തകരുടെ മനസ്സ് മടുപ്പിക്കുന്നു. ഈ സമീപനം മറ്റു പാർട്ടിയിലുള്ള പ്രവർത്തകരെ ആകർഷിക്കും, എന്നാൽ പഴയ പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്നു. 9. ഇമേജ് ഫാക്ടർ കണക്കാക്കിയാൽ MLA-മാരാകാൻ പറ്റിയ സ്ഥാനാർത്ഥികളുടെ അഭാവം CPM-ന് 2026 വലയ്ക്കും. 60-ലധികം MLA-മാർ ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പറ്റുന്നതിൽ മാത്യു കുഴൽനാടനെ പോലെയോ KK രമയെപ്പോലെയോ ശ്രദ്ധിക്കപ്പെട്ടവർ CPM-ൻ്റെ പുതുതലമുറയിൽ ഇപ്പോഴില്ല. മികച്ച പ്രാസംഗികരില്ല. മികച്ച സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ കഴിവുള്ളവരില്ല.
താത്വിക ആചാര്യന്മാരുമില്ല. ഗുരുതരമായ പ്രശ്നമാണിത്. സംസ്ഥാന സെക്രട്ടറിയെ തന്നെ ജനം കളിയാക്കി വിളിക്കുന്നത് അപ്പം ഗോവിന്ദൻ എന്നാണ്. 10. കടുത്ത മാനസിക വിക്ഷോഭം കാരണമാണ് ഉറച്ച LDF വോട്ടുകൾ BJPക്കും കോൺഗ്രസിനുമായി മറിഞ്ഞിരിക്കുന്നത്. സാധാരണ വീട് കയറും പോലെയുള്ള ലഘുവായ പ്രവർത്തനത്തിലൂടെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, ഒരു വീട്ടിൽ തന്നെ പല സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ട്രെൻഡ് ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ആരാണ് മാറി ചെയ്തത് എന്ന് എങ്ങനെ കൃത്യമായി അറിയും? ഏറ്റവും കുറച്ച വോട്ടുകളായ പാർട്ടി മെമ്പർമാരും താത്വികരുമായ ആളുകൾക്ക് അടുത്ത് എന്ത് പറഞ്ഞാണ് വോട്ട് തിരിച്ചു പിടിക്കുക? ബാലകൃഷ്ണൻ, BJPയെ തോൽപ്പിക്കാൻ കേരളത്തിൽ എന്നും പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്. LDFനും UDFനും UDF LDFന് വോട്ടുകൾ മറിച്ചു നൽകുക, UDF LDFന് വോട്ടുകൾ മറിച്ചു നൽകുക എന്നത് പ്രായോഗികമല്ലാത്ത ഒരു കാര്യമാണ്. കൃത്യമായ കേഡർ പാർട്ടി അല്ലാത്തതിനാൽ LDF UDFന് വോട്ട് ചെയ്താൽ മാത്രമേ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഈ തന്ത്രത്തിന് ഒരു തകരാറ് സംഭവിക്കും. LDFൻ്റെ വോട്ടുകളാണ് ഇപ്പോൾ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ നില തുടർന്നാൽ UDFന് വോട്ട് ചെയ്യാൻ LDF അണികളോട് പറഞ്ഞാൽ അവർ മിക്കവാറും BJPക്കായിരിക്കും വോട്ട് ചെയ്യുക.